ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ ആനന്ദും ആര്യനും ചേർന്ന് ധർമ്മന് കൊടുക്കുന്നുണ്ട്. ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ പോയിട്ട് തിരിച്ചു വരുമ്പോ രണ്ടുപേരും ഒന്നായിരിക്കണം. കാരണം അപ്രതീക്ഷിതമായിട്ട് നടന്ന കല്യാണമാണ്. മനസ്സോർന്ന് സംസാരിക്കണം. മാമന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മാമന് സുകന്യേച്ചിയുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ ആനന്ദ് പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്. ഹാര്യം പറഞ്ഞു, എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മാമ, നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് വരാൻ പറയണം. അങ്ങനെ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ബാലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ധർമ്മൻ സന്തോഷത്തോടെ മുറിയിലേക്ക് എന്നു. പിന്നീട് സുകന്യയോട് പറഞ്ഞു, ദേ അളിയെ നമുക്ക് പോകാനുള്ള പൈസയൊക്കെ തന്നെന്ന് പറയണം. ഇത് കേട്ടപ്പോ സുകന്യ ഒന്ന് നോക്കി. അല്ല, സ്വന്തമായിട്ട് അക്കൗണ്ട് സേവിങ്സും കാര്യങ്ങളൊന്നും ധർമ്മേണ്ണില്ലേന്ന് ചോദിക്കുക. എനിക്കോ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ സേവിങ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? അപ്പൊ ഇത്രയും നാളും ഉണ്ടാക്കിയ പൈസയൊക്കെ എവിടെയാ? അപ്പൊ ധർമ്മൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സുകന്യയോട് അതിന് മറുപടി പറയേണ്ടതില്ലെന്ന് ധർമ്മന് തോന്നി. കാരണം ഇപ്പൊ അവൾക്ക് എപ്പോ നോക്കിയാലും പൈസയുടെ കണക്കോ അതൊക്കെയാ പറയാനുള്ളൂ. ആ സമയം ധർമ്മം പറഞ്ഞു, ഹണിമൂൺ ട്രിപ്പ് പോണെന്ന് പറഞ്ഞു. പോകാൻ തന്നെ തീരുമാനിച്ചു. പോകാനുള്ള പൈസ അളിയും തന്നിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എന്നാ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങാന്നൊക്കെ പറയണം. സുകന്യ പറഞ്ഞു, കാര്യം ഞാൻ പറഞ്ഞേക്കാം, എവിടെ റൂം എടുക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, ഞാൻ പറഞ്ഞോളാന്ന് പറയണം. ധർമ്മനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാലോ. സുകന്യ പറയുന്ന പോലെ, സുകന്യയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. ഭാവം ധർമ്മം നോക്കിക്കഴിഞ്ഞപ്പോ ആ സമയത്ത് കൃത്യം എല്ലാവരുടെയും നാണം കെടുത്താതെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാണ്. തനിക്കൊരു ജീവിതം തന്നവളാണ് ഇവള്. അപ്പൊ ഇനിയിപ്പോ ഇവളോട് തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ലെന്നൊരു ചിന്തയായിരുന്നു ധർമ്മന്റെ മനസ്സിൽ. ഒടുവില് ബാക്കിയെടുത്ത് എങ്ങനെ അവിടെ ഇറങ്ങുവാണ്. അപ്പൊ ബാലനും ഗോമതിയൊക്കെ പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോയിട്ട് വരണം. ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ എങ്ങനെയാണോ പറഞ്ഞു വിടുന്നത് അതുപോലെയാണ് ധർമ്മനോട് കാര്യങ്ങളൊക്കെ പറയണേ. അതെ, ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി പോണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ സുകന്യ പറഞ്ഞു, അതിന് ഞങ്ങൾ കുഞ്ഞു കുട്ടികളൊന്നുമല്ല, ഞങ്ങൾ പ്രായപൂർത്തിയായവരാ, കല്യാണം കഴിഞ്ഞവരാ, ഞങ്ങൾക്കറിയാൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞു. ഗോമതി ഒരു നിമിഷം ബാലനെ നോക്കി, പിന്നെ ബാലനൊന്നും മിണ്ടിയില്ല. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്രം ആര്യൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ആര്യ എനിക്കെന്തോ അത്ര നല്ല സുഖമായിട്ട് തോന്നുന്നില്ല എന്ന് പറയണേ. എന്ത്? അല്ല, ഈ പറയുന്ന സുകന്യ ചേച്ചിയും അതുപോലെ മാമനും തമ്മിലുള്ള ബന്ധം, മാമനല്ല ഇളയച്ചനും തമ്മിലുള്ള ബന്ധം, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എന്തോ ഇപ്പൊ തന്നെ കണ്ടില്ലേ, മാമന് ഒരുമാതിരി അടിച്ചിരുത്തുന്ന പോലെയുള്ള സംസാരമാ ആ ചേച്ചി സംസാരിക്കുന്നേ. അത് ചിലപ്പോ അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കുന്നേ. എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയണം. അതേ സംശയം തന്നെ ഗോമതിക്കും ഉണ്ടായിരുന്നു. ഗോമതി ബാലനോട് ആ കാര്യം പറയുകയും ചെയ്തു. പാവം ധർമ്മന്, അവനാണെങ്കിലോ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്ത പോലെ സംസാരിക്കുന്നേ. പക്ഷെ സുകന്യ അങ്ങനെയൊന്നും അല്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അല്ല കൃഷ്ണമംഗലംകാര് കണ്ടെടുത്തി കൊണ്ടുവന്ന ബന്ധമല്ലേ, പോരാത്തിന്റെ രാജസ്ഥയുടെ ബന്ധു കൂടെയല്ലേ, പിന്നെ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും. ഗോമതി പറഞ്ഞു, പക്ഷെ അങ്ങനെയൊന്നും അല്ല. സുകന്യയുടെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല ബാലേട്ടാ. ധർമ്മം പക്ഷെ പാവ കണ്ടോ, അവനാണെങ്കിൽ ഹണിമൂൺ ട്രിപ്പ് പോകണമെന്നൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോ പോകുവാണെങ്കിൽ തന്നെ അവനിപ്പം തേക്കടിക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അവന്റെ മനസ്സിൽ വേറെ ഏതോ സ്ഥലത്ത് പോകണമെന്നായിരുന്നു. സുകന്യ പറഞ്ഞുകൊണ്ട് മാത്രം അത് സമ്മതിച്ചാന്ന് പറയാ. പാലം പറഞ്ഞ് നോക്കാം, ഹണിമൂണൊക്കെ പോയിട്ട് വരട്ടെ, അവർ തമ്മിൽ പരസ്പരം കുറച്ചുകൂടി അടുത്ത് കഴിയുമ്പോഴത്തേനും ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, ദൈവമേ എന്റെ ധർമ്മന് കിട്ടിയത് നല്ലൊരു ജീവിതമായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഗോമതി പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ കമ്പനിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഗോമതി വന്നിട്ട് പറഞ്ഞു, എടാ നീ എത്രയും പെട്ടെന്ന് ശ്രീദേവിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് പറയണ. ദേവിയെ വിളിച്ചോണ്ട് വരാനാ? പിന്നല്ലാതെ എന്താ, ഇനിയിപ്പോ അവളെ അവിടെ നിർത്താനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നേ? ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് പിന്നെ അമ്മേ, നീ കൂടുതലൊന്നും പറയണ്ട. ഇനിയിപ്പോ ഏതെങ്കിലും ജോലിക്കാരെ നിർത്തണമെങ്കിൽ അവരോട് പറ, ജോലിക്കാരിയാണ് നിർത്തിയിട്ട് ശ്രീകലനെ നോക്കിക്കോളാൻ പറ. ദേവമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഇനിയിപ്പോ എത്ര ദിവസം എന്ന് വെച്ചാൽ അവിടെ നിർത്തുന്നേ? നിനക്ക് എന്താ അവളെ കാണുമെന്നൊന്നും ഇല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു ഗോമതി കുറെ ചീത്ത പറഞ്ഞു. അവസാനം ആനന്ദ് പറഞ്ഞു, ഞാൻ നോക്കട്ടെ അമ്മേ, ഞാൻ ചോദിച്ചു നോക്കാം. അല്ല നിനക്ക് ബുദ്ധിമുട്ടേണ്ടേ, വേണ്ട, ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നാളാം എന്റെ മോളെ. അതൊന്നും വേണ്ട, ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് അവളെ പോയി കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. പോകുന്ന സമയത്ത് ആനന്ദ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നടത്തണം. അവ തൻ്റെ ജീവിതത്തിലേക്ക് ശ്രീദേവി വന്ന ഓരോരോ ഘട്ടങ്ങളും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആനന്ദ്. അവളെ ആദ്യമായിട്ട് കണ്ടതും പിന്നീട് അവളെ സംസാരിച്ചതും അവളെ താലി ചാർത്തിയതും അതിനുശേഷം ഹോട്ടലിൽ വെച്ച് കണ്ടതൊക്കെ എല്ലാം ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന് സഹിച്ചില്ല.
ഇനിയിപ്പോൾ അവളോടൊപ്പം ജീവിക്കുന്നതിൽ അർത്ഥമില്ല. തന്നെ ശരിക്കും വഞ്ചിക്കുമത് അവളും അവളുടെ വീട്ടുകാരും. അതിനുള്ളൊരു പണി കൊടുത്തേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ വിചാരിച്ചു. ഒടുവിൽ ആ ഒരു തീരുമാനത്തിലെത്തുവാണ്. വക്കീലിനെ കാണണം. വക്കീലെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് ഉണ്ടാക്കി അവൾക്ക് കൊടുക്കണം. അവൾക്ക് കൊണ്ടേ കൊടുക്കണം. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തെങ്കിൽ മാത്രമേ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുള്ളൂ. അവളെ ഡിവോഴ്സ് ചെയ്യണം എന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യുവാണ്, ആനന്ദ് വക്കീലിനെ പോയി കാണുവാണ്. വക്കീലിനെ പോയി കണ്ട് ഡിവോഴ്സ് നോട്ടീസൊക്കെ എഴുതിക്കുവാണ്. ഇനിയിപ്പോൾ അവളുമായിട്ടൊരു ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നില്ല. അങ്ങനെ അതുമായിട്ട് നേരെ ശ്രീദേവിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ ആനന്ദ് തന്നെ ഇനി ഒരിക്കലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകത്തില്ല. കാരണം തൻ്റെ ജീവിതം തീർന്നെന്ന് കഴിയിൽ തന്നെ ശ്രീദേവി ഇരിക്കുന്നേ. ഒരു പക്ഷേങ്കിൽ താൻ ചെയ്ത ചതി താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമോ ചെയ്തേ. അത് ആനന്ദേണ്ണന് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പക്ഷെ ഇനി ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ആനന്ദേണ്ണൻ എന്തെങ്കിലും മനസ്സുമാറ്റം ഉണ്ടായാലോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ട്. ആ സമയത്താണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ആനന്ദ് വരുന്നതിന് ഉദയഭാനു ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിച്ചെന്നു. കാരണം ഇനി ശ്രീദേവിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നതാണെങ്കിലോ. പിന്നീട് ശ്രീകലയെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ശ്രീകല ഇങ്ങോട്ടേക്ക് വന്നേ, ആരാ വന്നേന്ന് നോക്കാനൊക്കെ പറയാണ്. ശ്രീകല അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആനന്ദ് സന്തോഷമായി. ആ മരുമോനോ അപ്പൊ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നും അല്ല. ഉദയഭാനു പറഞ്ഞു, എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയണം? മോനോ? ആരുടെ മോന്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ മോനെന്നൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ശ്രീകല പറഞ്ഞു, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. മോനെ ചായ വേണോ, ജ്യൂസ് എന്തെങ്കിലും വേണം? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഓ, എന്ത് വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾ അപ്പം തന്നെ എടുത്തോണ്ട് തരുമല്ലോ. വലിയ ബിസിനസ് കുളിപ്പ് ആണല്ലോ അല്ലേ? അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോനെ നെഞ്ചി കുത്തല്ലെന്ന് പറയണം. കുത്തുവല്ല, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ ചെയ്ത ചതി അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. ഈ ജന്മത്തിൽ പൊറുക്കാൻ പറ്റില്ല. ഉള്ള സത്യാവസ്ഥ ആദ്യം പറയുമായിരുന്നേ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തേ? എന്നിട്ട് നിങ്ങളോട് ഞാൻ പൊറുക്കണോ അല്ലേ? എന്നിട്ട് പറഞ്ഞു, എന്തിയെ നിങ്ങളുടെ മോളെന്തിയെ? അവളെയും കൂടെ വിളിക്കാൻ പറയണം. അപ്പൊ ആനന്ദിന്റെ ശബ്ദം താഴെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഓർത്തു, ആനന്ദനാണോ വന്നേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശ്രീദേവി താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം ആനന്ദ് ഉദയഭാനുണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനോ നിങ്ങളുടെ മോളെ കൂട്ടിക്കൊണ്ട് പോകാനോ വന്നൊന്നുമല്ല. ആ സമയം ശ്രീകല ചോദിച്ചു, പിന്നെ എന്തിനാ മോനെ? അതെന്തിനാന്നോ? ഇത് തരാനാന്ന് പറഞ്ഞ് ഒരു കവർ അങ്ങോട്ട് കൊടുക്കണം ഉദയഭാനുന്റെ കയ്യിലേക്ക്. ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഉദയഭാനു ചോദിച്ചു, എന്താ മോനെ ഇത്? വായിച്ചു നോക്ക്. അങ്ങനെ ഉദയഭാനു അത് കൈ പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താന്ന് ഉദയഭാനു മനസ്സിലായില്ലല്ലേ? ഓ, വലിയ ബിസിനസ് മാഗ്നറ്റ് അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് അത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലല്ലേ? ആ സമയം ശ്രീദേവി അങ്ങോട്ട് ഇറങ്ങി വന്നു. ശ്രീദേവിക്ക് മനസ്സിലായി ആനന്ദ് നല്ല കട്ടക്കലിപ്പിലാന്ന്. ശ്രീദേവിക്ക് എന്തിനാണെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും പറഞ്ഞു, മോളെത്തിയില്ലോ. MA ലിറ്ററേച്ചർ ആണെന്നല്ലേ പറഞ്ഞേ? മോളുടെ കയ്യിലേക്ക് കൊടുക്ക്. മോളത് വായിച്ചിട്ട് അതിന്റെ അർത്ഥവും കാരണം സഹിതം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ശ്രീദേവിയും കളിയാക്കുവാണ് ആനന്ദ്. ശ്രീദേവി ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. അത് ഡിവോഴ്സ് നോട്ടീസാന്ന് പറയാണ്. ഡിവോഴ്സ് നോട്ടീസോ? ഒരു നിമിഷം 3 പേരും ഞെട്ടിപ്പോയി. അതെ, ഞാൻ ഇവളും തമ്മിലുള്ള ഡിവോഴ്സ് നോട്ടീസ്. അതെ, ഇനി എത്രയും പെട്ടെന്ന് ഞാൻ ഇവളും തമ്മിൽ ഡിവോഴ്സ് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരങ്ങ് സൈൻ ചെയ്തതെന്ന് എനിക്ക് ഉപകാരം ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇവളും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ശ്രീദേവിക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എന്തൊക്കെ ഈ കേൾക്കണമെന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോനെ നീ എന്താ ഇങ്ങനെ എടുത്തടിച്ചൊരു തീരുമാനം? നിന്റെ കാല് ഞാൻ പിടിക്കാം. വേണ്ട, ഇങ്ങനൊരു തീരുമാനം എടുക്കരുത്. എൻ്റെ മോളുടെ ഭാവി തുലയ്ക്കരുതെന്ന് പറയണം. അതുപോലെ തന്നെ ശ്രീകലയും കാല് പിടിക്കാൻ ഒരുങ്ങുവാണ്. ആനന്ദ് പറഞ്ഞു, വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ അതൊന്ന് കൂടുതലൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. ഷോ ഇറക്കാനും വരണ്ട. മര്യാദയ്ക്ക് നിങ്ങളുടെ മോളോട് എത്തേലേക്ക് ഒപ്പിട്ടുതരാൻ പറ. അതുമ്പോൾ ശ്രീദേവിക്ക് നേരെ തിരിവാ. ശ്രീദേവിക്ക് കേട്ടത് വിശ്വസിക്കാൻ പറ്റില്ല. ശ്രീദേവിക്ക് എന്തോ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുവാണ്. ദൈവമേ, ആനന്ദേട്ടൻ എന്നാലും ഇങ്ങനെ ഡിവോഴ്സ് നോട്ടീസും ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നെങ്കിലും ഒരു കാലത്ത് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്നൊരു ചെറിയ പ്രതീക്ഷ മനസ്സിൻ്റെ ഒരു കോണിലുണ്ടായിരുന്നു. കാരണം താനില്ലാതെ ആനന്ദേട്ടൻ ജീവിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇപ്പം ആനന്ദേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയി ശ്രീദേവി. പിന്നീട് ശ്രീദേവി ഇങ്ങനെ നെഞ്ചത്തടുപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പെട്ടെന്ന് ശ്രീദേവിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി. ആ കസറിലേക്ക് പോയി പിടിക്കണം. ആ സമയം ശ്രീകല, എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീദേവിയെ വന്നിട്ട് ഇങ്ങനെ ശ്രീകല പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീദേവിക്ക് ശരിക്കും തല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീദേവി അവിടെ തല ഇറങ്ങി വീഴുകയാണ്. ആ സമയം ആനന്ദ് വിചാരിച്ചെന്താ, ഇനിയിപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവളുടെ സ്ഥിര ഊടായ്പാണ്. ഡിവോഴ്സ് നോട്ടീസ് ഒന്നും കൊടുക്കാതിരിക്കാൻ വേണ്ട, അല്ലെങ്കിൽ അത്തരൊന്നും സൈൻ ചെയ്യാൻ മടിയായിട്ട് ഇവള് കാണിക്കുന്ന ഊടായ്പാന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ എന്തായി തീരും, എങ്ങനെയായി തീരുമെന്ന് ഒടുവിൽ ആനന്ദ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് ആ വിവരങ്ങളൊക്കെ അറിയുന്നത്
ശ്രീദേവി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.